അമേരിക്കൻ യുദ്ധക്കപ്പൽ മിഡിൽ ഈസ്റ്റ് തീരത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ന തരത്തിൽ അന്താരാഷ്ട്ര മീഡിയ റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുകയാണ്. മൂന്നാമത്തെ തവണയാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്കയുടെ പടക്കപ്പൽ, യുദ്ധക്കപ്പൽ അതിൻ്റെ സംവിധാന സൗകര്യത്തോടു കൂടിയെല്ലാം എത്തിക്കൊണ്ടിരിക്കുന്നത്. 75 യുദ്ധവിമാനങ്ങൾ വഹിക്കാൻ പാകത്തിലുള്ള ലോകത്തിലെ ഏറ്റവും നൂതന സംവിധാനത്തോടു കൂടിയുള്ള കപ്പലാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം ഫസ്റ്റ് ഘട്ടത്തിൽ 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതോടനുബന്ധിച്ച് മെഡിറ്ററേനിയൻ കടൽ തീരത്തേക്ക് അമേരിക്കയുടെ യുദ്ധക്കപ്പൽ എത്തിയിരുന്നു. ഹാരിസ് ട്രൂമാൻ കപ്പലാണ് ആദ്യ ഘട്ടത്തിൽ തന്നെ വന്നത്. പിന്നീട് അത് അവർ പിൻവലിച്ചിട്ടുണ്ടെങ്കിലും അന്ന് അമേരിക്ക പറഞ്ഞിരിക്കുന്ന പ്രധാന കാര്യം, തങ്ങൾ യുദ്ധത്തിനല്ല വരുന്നത് എന്നും ഇസ്രായേലിനെ മറ്റേതെങ്കിലും രാജ്യങ്ങൾ ആക്രമിക്കുകയാണെങ്കിൽ അതിന് പ്രതിരോധം തീർക്കാൻ വേണ്ടിയിട്ടാണ് എത്തിയത് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് പുറത്തു വന്നത്. എന്നാൽ 2 വർഷത്തിൻ്റെ ഇടയിൽ വലിയ രീതിയിലുള്ള ആക്രമണം ഇറാൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടും അമേരിക്ക മെഡിറ്ററേനിയൻ കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് തിരിച്ചടിയൊന്നും നൽകിയിട്ടില്ല. എന്നാൽ മെഡിറ്ററേനിയൻ കടലിൽ സ്ഥാപിതമായിരിക്കുന്ന ഈ കപ്പലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് യമൻ്റെ ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടായി. അതിൽ 2 യുദ്ധക്കപ്പലുകൾ തകർക്കാൻ വേണ്ടിയിട്ട് യമന് സാധിച്ചു എന്ന് അന്നത്തെ മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ മെഡിറ്ററേനിയൻ കടലിൻ്റെ ഭാഗത്തുനിന്ന് കുറച്ച് ഉൾവലിഞ്ഞുകൊണ്ടാണ് പിന്നീട് കപ്പൽ നങ്കൂരമിട്ടിരിക്കുന്നത് എന്ന വിവരം പുറത്തു വന്നു. പിന്നെ ഏറെക്കുറെ അത് അപ്രത്യക്ഷമായിരിക്കുന്നു, കാണാൻ വേണ്ടി സാധിക്കുന്നില്ല എന്ന് സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ചില റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. 2ാം ഘട്ടത്തിൽ യുദ്ധത്തിൻ്റെ ഗതി രൂക്ഷമായ സമയത്താണ് ചെങ്കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് യമനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് 3 കപ്പലിനെ അയച്ചത്. അത് യുദ്ധക്കപ്പലാണ്. അത് ശക്തമായിരിക്കുന്ന സംവിധാനത്തോടു കൂടിയും 5000-ഓളം തൊഴിലാളികൾക്ക് ജോലി ചെയ്യാൻ സംവിധാനമുള്ള കപ്പലൊക്കെയാണ് എത്തിയത് എന്നെന്ന് പറയപ്പെടുകയും ചെയ്തു. ഈ മേഖലയിൽ വലിയ രീതിയിലുള്ള ആക്രമണവും യുദ്ധവും രൂക്ഷമായി. യമൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായിരിക്കുന്ന പ്രത്യാക്രമണം അമേരിക്കൻ കപ്പലിന് നേരെ ഉണ്ടായി. യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് പിടിച്ചെടുക്കാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടായി. ഹാരിസ് ട്രൂമാൻ്റെ നടുക്കെ പിളർന്നുകൊണ്ട് തീ കത്തി. അങ്ങനെ ഒരു കപ്പൽ തന്നെ നഷ്ടപ്പെടുന്ന രീതിയിലുള്ള കാര്യം അമേരിക്ക തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തു. നിലനിൽപ്പ് പ്രയാസമാണ് എന്ന രീതിയിൽ അമേരിക്കൻ വ്യോമസേനാ സംഘം തന്നെ അമേരിക്കയുടെ പ്രസിഡന്റിനോട്, അന്നത്തെ പ്രസിഡന്റായിരുന്ന ബൈഡനോട് പറയുകയുണ്ടായി. ഈ മേഖല തുടരുന്നതുമായി ബന്ധപ്പെട്ട് വലിയ പ്രയാസ കാര്യങ്ങളുണ്ട്, അതിജീവനം വലിയ ബുദ്ധിമുട്ടാണ്, യമൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന മിസൈലുകളെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മുടെ സംവിധാനങ്ങൾക്ക് സാധിക്കുന്നില്ല. അതിനവർ പറഞ്ഞിരിക്കുന്ന കാര്യം, യമൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രാവശ്യം ഉപയോഗിക്കുന്ന മിസൈലല്ല അടുത്ത പ്രാവശ്യം വരുന്നത്. അത് ഓരോരോ പ്രാവശ്യം ഓരോരോ പ്രാവശ്യം കഴിയുന്നതിനനുസരിച്ചും അവരുടെ മിസൈൽ വിന്യാസത്തിന് വേഗത കൂടുന്നതും പ്രഹരശേഷി കൂടുതലുള്ളതുമാണ്. അപ്പോൾ അവരെ പ്രതിരോധിക്കാനുള്ള സംവിധാനത്തെ നമ്മൾ ഒരുക്കണമെങ്കിൽ അവരുടെ കൈവശത്തിലുള്ള ഈ മിസൈലുമായി ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നമ്മൾക്കറിയേണ്ടതുണ്ട്. അപ്പോൾ അവർ മാറി മാറി ഉപയോഗിക്കുന്നു എന്നതിനാൽ തന്നെ നമ്മളുടെ പ്രതിരോധം വലിയ ക്ഷീണത്തിലാണ്. അപ്പോൾ ഹാരിസ് ട്രൂമാൻ്റെ കപ്പലിൻ്റെ മധ്യ തന്നെ അവരുടെ മിസൈൽ പതിച്ചുകൊണ്ട്, അത് ഹൈപ്പർസോണിക് മിസൈലാണ് എന്നും പറയുന്നു, കപ്പൽ 2ആയിട്ട് പിളർന്നു. ഒരു കപ്പൽ മുങ്ങിപ്പോയി എന്നുള്ള റിപ്പോർട്ടുണ്ട്. നിലനിൽപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിന് വലിയ പ്രയാസമായപ്പോൾ ഒമാൻ്റെ സഹായം തേടി അമേരിക്ക. അങ്ങനെ ഒമാനുമായിട്ട് ചേർന്നുകൊണ്ടാണ് യമനുമായി ഒരു മധ്യസ്ഥ കരാറിൽ അമേരിക്ക ഉണ്ടാക്കുന്നത്. അതാണ് 2ാമത്തെ കരാർ. ആദ്യത്തേത് മെഡിറ്ററേനിയൻ കടലായിരുന്നെങ്കിൽ 2ാമത്തേത് ചെങ്കടലിലേക്കാണ് അമേരിക്ക കപ്പലയച്ചത്. 3ാമതിപ്പോൾ അറബിക്കടലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് കപ്പലിനെ അയച്ചുകൊണ്ടിരിക്കുന്നു. എത്താനായിട്ടുണ്ട് എന്നുള്ളതും ഏറെക്കുറെ അടുത്തിരിക്കുന്നു എന്ന വിവരങ്ങളൊക്കെ പുറത്തു വന്നു. ചില സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ യമൻ്റെ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട്, യമൻ്റെ അല്ല ഒമാൻ്റെ അതിർത്തി കടൽ ഇടുക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്കയുടെ ഒരു യുദ്ധക്കപ്പൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നങ്കൂരമിട്ട വിവരം സാറ്റലൈറ്റ് ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ റോയിട്ടേഴ്സ് അടക്കമുള്ള മീഡിയകൾ റിപ്പോർട്ട് ചെയ്തു. അവർ പറയുന്നു, തങ്ങൾ നിരീക്ഷിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുവരെ അമേരിക്ക പറയുകയോ ഒമാൻ ഇത് സ്ഥിരീകരിക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ സാറ്റലൈറ്റ് ചിത്രങ്ങൾക്ക് ഇപ്പോഴുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിലൊന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് പറയുന്നത് ഈ
ഇറാൻ്റെ ഇസ്രായേലിന് നേരെ നടന്നിരിക്കുന്ന ആക്രമണം, ഇസ്രായേലിന് നേരെ നടന്ന ആക്രമണം എന്ന് പറഞ്ഞാൽ ഇത് ഇസ്രായേൽ സ്ഥിരീകരിച്ചതല്ല. തങ്ങളുടെ രാജ്യത്ത് അതിൻ്റേതായിരിക്കുന്ന പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ പറഞ്ഞത്. എന്നാൽ സാറ്റലൈറ്റ് ചിത്രങ്ങൾ അതിൻ്റെ മുനയൊടിച്ചു. വളരെ കൃത്യതയോട് കൂടി തന്നെ അവർ ആ വിഷയങ്ങൾ അതിൽ പ്രതിപാദിച്ചു കൊണ്ട് തന്നെ പറഞ്ഞു, വലിയ നാശങ്ങളും നഷ്ടങ്ങളും ഇസ്രായേലിൻ്റെ തലസ്ഥാനമായിരിക്കുന്ന ജെറുസലേം നഗരത്തോടും മധ്യ ഇസ്രായേലിനോട് ചേർന്നിട്ടും വലിയ നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഗസയാണോ ഇസ്രായേലാണോ എന്ന് മനസ്സിലാവാത്ത വിധം ഹൈപ്പർസോണിക്കിൻ്റെ പെരുമയ വർഷിച്ചുകൊണ്ട് തകർത്താടിയ ചിത്രങ്ങളാണ് സാറ്റലൈറ്റ് പുറത്തുവിട്ടത്. അതോടുകൂടിയാണ് ഇസ്രായേൽ ഉണ്ടായിരിക്കുന്ന നാശവും നഷ്ടങ്ങളും ഇറാൻ പറയുന്നതിനേക്കാളും അപ്പുറമുണ്ട് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടത്. സാറ്റലൈറ്റ് ചിത്രങ്ങളുടെ ആ റിപ്പോർട്ടുകൾ ലോകാടിസ്ഥാനത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. അപ്പോൾ ഇപ്പോൾ യുദ്ധം നടക്കുന്നത് ഒരു ഫലസ്തീനും ഇസ്രായേലും തന്നെയല്ല, റഷ്യയും ഉക്രൈനും മാത്രമല്ല, എല്ലാ രാജ്യങ്ങളും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പരമാവധി രാജ്യങ്ങൾക്കൊക്കെ ഈ യുദ്ധവുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധങ്ങളുണ്ട് എന്നുള്ളത് ലോകത്തിന് അറിയാവുന്നതാണ്. പരസ്യമായിട്ടോ രഹസ്യമായിട്ടോ സാമ്പത്തികപരമായിട്ടോ സൈനികമായിട്ടോ ഒക്കെ ബന്ധങ്ങൾ എന്തായാലും ഉണ്ട്. ഈ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ രീതിയിലാണ് ഈ ലോക യുദ്ധം പോകുന്നത് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പരിശോധിച്ച് വരുന്ന ഒരു കാലമാണിത്. അതിനവർ ഉപയോഗിക്കുന്ന സാറ്റലൈറ്റ് ചിത്രങ്ങളാണ്. സാറ്റലൈറ്റ് ചിത്രങ്ങൾ കിട്ടണമെങ്കിൽ ഒന്നുകിൽ അമേരിക്കയുടെ സഹായം വേണം, അല്ലെങ്കിൽ റഷ്യയുടെ സഹായം വേണം. റഷ്യ പൂർണ്ണമായ രീതിയിൽ ഇറാന് സപ്പോർട്ടുള്ള രാജ്യമാണ് എന്നതിനാലും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് റഷ്യക്ക് താല്പര്യമുണ്ട് എന്നതിനാലും വളരെ കൃത്യതയോടുകൂടിയ സാറ്റലൈറ്റ് ചിത്രങ്ങൾ അവരുടെ ഭാഗത്ത് തന്നെ പുറത്തു വരുന്നു. അതിന് പ്രത്യേകിച്ച് അമേരിക്കൻ വിരുദ്ധ ചേരി, അമേരിക്ക ആണ് ഈ രണ്ട് യുദ്ധത്തിൻ്റെയും ഇസ്രായേലിൻ്റെ ഒന്ന് റഷ്യയുടെയും മറ്റൊന്ന് ഇറാൻ്റെയും എതിർപക്ഷത്ത് നിൽക്കുന്നത്. ഇപ്പോൾ പാലസ്തീൻ വിഷയമാണെങ്കിൽ ഇസ്രായേലിനോടൊപ്പം ചേർന്നുകൊണ്ട് ഈ യുദ്ധത്തിന് കോപ്പ് കൂട്ടുന്ന അമേരിക്കയാണ്. റഷ്യ ഉക്രൈൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ റഷ്യക്കെതിരെ ഉക്രൈനോടൊപ്പം ചേർന്നുകൊണ്ട് റഷ്യക്കെതിരെ കോപ്പ് കൂട്ടുന്നത്, അതും അമേരിക്കയാണ്. അപ്പോൾ അമേരിക്കയുടെ സൈനികപരമായിരിക്കുന്ന ബലക്ഷയം താല്പര്യപൂർവ്വം വീക്ഷിക്കുന്ന രാജ്യമാണ് റഷ്യ. കാരണം അതൊരു നിലനിൽപ്പിൻ്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് ചില സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്ത് വന്നത് ഒമാൻ്റെ കടലിടുക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമേരിക്കയുടെ പടക്കപ്പലുണ്ട്. ആഴ്ചകളായി എന്ന് ചില പത്രത്തിൽ കാണാൻ പറ്റും, ചില റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ദിവസങ്ങൾക്ക് മുമ്പേ ഉണ്ട് എന്നുള്ളതാണ്. എന്തിനാണ് അവിടെ വന്നത് എന്നതിനെക്കുറിച്ചൊരു വിശദീകരണം അമേരിക്ക പറഞ്ഞിട്ടില്ല. ഇതിനെക്കുറിച്ചൊരു വിവരങ്ങൾ ഇതുവരെ ഒമാൻ പുറത്ത് വിട്ടിട്ടുമില്ല. അപ്പോൾ അതിൻ്റെ തുടർച്ചയായ രീതിയിലാണ് ഇപ്പോൾ പുതിയതായി അറബിക്കടലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് യുദ്ധക്കപ്പൽ അയക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ആ യുദ്ധക്കപ്പൽ എന്തിനാണ് വരുന്നത് എന്നതിനെക്കുറിച്ച് ചെറിയ സൂചന മാത്രമാണ് നൽകിയത്. ഞങ്ങൾ യുദ്ധത്തിനല്ല വരുന്നത്, പകരം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് മുൻപ് മെഡിറ്ററേനിയൻ കടലിൽ എങ്ങനെയാണോ അമേരിക്കയുടെ പടക്കപ്പൽ വന്നത് അതിന് സമാനമായ രീതിയിലുള്ള കാര്യമാണ് ഇപ്പോൾ അമേരിക്ക പറയുന്നത്. ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിനെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിലിടപെടുക എന്നുള്ളത് മാത്രമാണ് തങ്ങളുടെ ഉദ്ദേശം എന്നവർ പറഞ്ഞു വെക്കുന്നു. അതൊരു വിശ്വാസപരമായിരിക്കുന്ന നിലപാടൊന്നും അല്ലെങ്കിലും അതിനപ്പുറം പറയാനൊന്നും ഇല്ല എന്നുള്ളത് അതിൻ്റെ മറ്റൊരു രീതിയാണ്. അപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വരുന്ന സമയത്ത് രണ്ട് രീതിയിൽ ഇതിനെ ചരിത്രകാരന്മാർ വിലയിരുത്തുന്നു. അപ്പം രാഷ്ട്രീയ നിരീക്ഷകരും ഇതേ അഭിപ്രായത്തിൽ തന്നെയാണ് വിലയിരുത്തുന്നത്. അവർ പറയുന്ന കാര്യം, ഒരു പക്ഷേ ഇറാനെതിരെ ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അമേരിക്കയായിരിക്കും ആ യുദ്ധത്തെ നയിക്കുക എന്നുള്ള തരത്തിലാണ്. ഇറാൻ മുമ്പ് പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഏതെങ്കിലും തരത്തിലൊരു ആക്രമണം ഇസ്രായേലിൻ്റെ ഭാഗത്ത് ഉണ്ടാവുകയാണെങ്കിൽ തങ്ങൾ തിരിച്ചടിക്കുക അമേരിക്കക്ക് നേരെ ആയിരിക്കും എന്നുള്ളതാണ്. അമേരിക്കക്ക് നേരെ എന്ന് പറഞ്ഞാൽ ഇറാൻ അമേരിക്ക ആക്രമിക്കും എന്നുള്ളതല്ല, മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അമേരിക്കയുടെ സർവ്വ മേഖലയിൽ തങ്ങൾ തകർക്കും എന്ന് തന്നെയാണ് ഉദ്ദേശം. ഇറാനെ സംബന്ധിച്ചിടത്തോളം മുൻകാലങ്ങളിൽ അതിനറിയപ്പെടുന്ന ചരിത്രപരമായ രീതിയിൽ പേർഷ്യ എന്ന സാമ്രാജ്യത്തിൻ്റെ ഭാഗമാണ് ഇറാൻ എന്നതിനാൽ യുദ്ധം ചെയ്തും അതിനെ പ്രതിരോധിച്ചും ഈ ശത്രുവിനെ പരാജയപ്പെടുത്തിയും അതിൻ്റെ മേലെ കൊടി സ്ഥാപിച്ചുകൊണ്ട് ഉന്നത പർവ്വമായിട്ട് അലങ്കരിക്കപ്പെട്ട ഒരു സാമ്രാജ്യത്തിൻ്റെ പേരിൻ്റെ ഭാഗം കൂടിയാണ് ഇറാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് യുദ്ധവും കെടുതിയും അതിൻ്റെ പ്രയാസങ്ങളും യഥാർത്ഥത്തിൽ അവർക്ക് വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല. 8 കൊല്ലത്തോളം ഇറാഖുമായിട്ട് യുദ്ധം ചെയ്തു. അതവർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ ഇറാഖുമായി യുദ്ധം ചെയ്തതല്ല, പകരം തങ്ങളുടെ രാജ്യത്തേക്ക് ഇറാഖ് ആക്രമിച്ചാണ്. പക്ഷേ ഞങ്ങൾ പ്രതിരോധിച്ചു, പരാജയപ്പെടുത്തി. ഇറാഖിന് വലിയ നഷ്ടങ്ങളുണ്ടായി, 10 ലക്ഷം ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ളത് മറ്റൊരു വശം. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, ഇപ്പോഴത്തെ പ്രത്യേകമായിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം നോക്കുന്ന സമയത്ത് അമേരിക്കയുടെ പടക്കപ്പലുകൾ അറേബ്യൻ കടലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് വരണമെങ്കിൽ അതിന് കൃത്യമായിരിക്കുന്ന ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്.